ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് എണ്ണയിൽ പൊരിച്ചു കോരിയെടുക്കുന്ന പലഹാരങ്ങൾ കഴിച്ച് മടുത്തോ നിങ്ങൾ? എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പി കണ്ടാലോ? പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ വളരെ കുറച്ച് നെയ്യ് ഉപയോഗിച്ച് നമുക്കിന്നത് ഉണ്ടാക്കിയെടുക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂം നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. നട്ട്സൊക്കെ കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ വീർത്ത് വരണം, അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് മുന്തിരിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നാളികേരം അധികം നേരം ഇട്ട് ചൂടാക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നേരത്തെ റോസ്റ്റാക്കി മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഴം നിറച്ചത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ പഴുത്ത പഴം എടുക്കുന്നതാണ് പഴം നിറച്ചത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് പഴത്തിൻ്റെ തൊലിയും നാരൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഒരു കത്തി കൊണ്ട് അതിൻ്റെ നടുഭാഗം നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞു കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കട്ട് ചെയ്യാതെ നടുഭാഗത്ത് മാത്രം വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ പഴം ഒരുപാട് അങ്ങ് പൊട്ടിപ്പോകാതെ പ്രസ് ചെയ്ത് കൊടുത്ത് മാക്സിമം ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ് ഇതുപോലെ കൂടുതലുണ്ടാകുന്നത് പഴം നിറച്ചതിന് ടേസ്റ്റ് കൂട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഴത്തിൻ്റെ ഉള്ളിലും ഫില്ലിങ് വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ എല്ലാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു മിക്സ് കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഫില്ലിങ് നിറച്ച് വെച്ചിരിക്കുന്ന പഴം ഓരോന്നും എടുത്ത് ഫില്ലിങ്ങിൻ്റെ മുകളിലൂടെ മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കവറാകുന്നത് പോലെ വേണം മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫില്ലിങ് പുറത്ത് വീണ് പോവില്ല. ഇതുപോലെ എല്ലാനും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ യൂസ് ചെയ്ത് ഫ്രൈ ആക്കണം എന്നില്ല. ഞാനിവിടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പഴം നിറച്ചത് ഓരോന്നും വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി തിരിച്ചും മറിച്ചിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ എല്ലാനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും കൊടുത്തോളൂ. ഇതുപോലത്തെ ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്